നമസ്കാരം. വിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. കുറ്റ്യാടി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഗ്രാമീണ ചന്ത താഴെവടയത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT നഫീസ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായി നാം ആഘോഷിക്കുന്ന ഓണത്തിന്റെ നല്ല നാളുകളിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ന്യായമായ വിലയിൽ പച്ചക്കറിയും മറ്റ് പലവിധ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കാൻ കുറ്റ്യാടി സർവീസ് സഹകരണ ബാങ്ക് തുടക്കമിട്ടിരിക്കുന്ന ഈ ഒരു ആഴ്ചച്ചന്ത നമ്മുടെ നാടിന് ഇത്തവണത്തെ ഓണക്കാലത്ത് ഏറെ ഉണർവ് നൽകുകയാണ്. ഇവിടെ എത്തിയിരിക്കുന്നത് വിവിധ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, അതേപോലെ പഞ്ചായത്തിന്റെ വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ, കുറ്റ്യാടി സ്നേഹ ബഡ്സ് സ്കൂളിലെ ശേഷിയിൽ ഭിന്നരായ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയിരിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ, വിവിധ ചന്തകളിൽ പങ്കെടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്ന കർഷകരുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ ഉൽപാദകരുടെയും ഒക്കെ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവയൊക്കെ നമുക്ക് ഇത്തവണത്തെ ഓണത്തെ കൂടുതൽ ആഘോഷകരമാക്കാൻ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും വടയ പോലുള്ള ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ആഴ്ച ചന്ത നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതിന് ഏറെ മനോഹാരിതയുണ്ട്. ബാങ്ക് പ്രസിഡന്റ് PC രവീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഈ ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ നാട്ടുകാർക്ക് വാങ്ങുന്നതിന് അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വടയം ടൗണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ടൗണാണെങ്കിലും വേണ്ടത്ര ജനങ്ങൾ എത്തിച്ചേരാത്ത ഒരു സ്ഥിതിയുണ്ട്. അതിനൊരു മാറ്റം വരുത്തുക എന്നതുകൂടെ ഞങ്ങളിവിടെ ഉദ്ദേശിക്കുകയാണ്. ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ പലപ്പോഴും ഉണ്ടാകാത്തതിനൊരു കാരണമായി പറയുന്നത് അവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് അവർക്ക് വിപണിക്ക് ഒരു അവസരം ഇല്ലാതെ. അപ്പോൾ അവർക്കൊരു വിപണി ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലക്ക് വിൽക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ NM ഷീജ മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിലെ ഉത്സവകാല വിപണികളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു മേഖലയാണ് സഹകരണ മേഖല. കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ 162 ഓണച്ചന്തകളാണ് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ വിവിധ സഹകരണ സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കാൻ പോകുന്നത്. അതിനായുള്ള വലിയ ഒരുക്കങ്ങൾ സർക്കാർ തലത്തിലും കൺസ്യൂമർ ഫെഡ് തലത്തിലും ഒക്കെ തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 26-ന് വലുതും ചെറുതുമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ സഹകരണ സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ഓരോ ചന്ത ഉണ്ടാവുക എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ന്യായമായ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ, സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയാണ് സഹകരണ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ P ഷിജു ആദ്യ വിൽപ്പന നടത്തി സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK മോഹൻദാസ് മാസ്റ്റർ, യൂണിറ്റ് ഇൻസ്പെക്ടർ K ധനരാജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജുഗ്നു തക്കയിൽ, TK കുട്ട്യാലി, PP ചന്ദ്രൻ മാസ്റ്റർ, PK സബിന, KP ശോഭ, ഹാഷിം നമ്പാടൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ CN ബാലകൃഷ്ണൻ, PK സുരേഷ് മാസ്റ്റർ, VP മൊയ്തു, MK കുഞ്ഞിക്കേളു നമ്പ്യാർ, KC ബിന്ദു, ഡയറക്ടർമാരായ TK ജമാൽ, NP പുരുഷു, MM വിനീത, രജിന പ്രമോദ് എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി ബീന K സ്വാഗതം രേഖപ്പെടുത്തി. കയ്യിലേക്ക് സാധനങ്ങൾ നൽകുന്ന ഒരു ചന്തയാണ് സഹകരണ ഗ്രാമീണ ചന്ത. അതുകൊണ്ട് തന്നെ ഉൽപാദകർക്ക് ന്യായമായ വില കിട്ടുകയും ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാനും സാധിക്കുന്നു. അന്യം നിന്നു പോയ കുറ്റ്യാടിയുടെ ശനിയാഴ്ച ചന്തയുടെ ഒരു തുടക്കം കൂടിയാണ് കുറ്റ്യാടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. ഇവിടെ ഇന്ന് കുറ്റ്യാടി ചന്തയുടെ ആഴ്ച ചന്തയുടെ ശനിയാഴ്ച ചന്തയുടെ തുടക്കം ആരംഭിക്കുക. ഗംഗാധരൻ നന്ദി രേഖപ്പെടുത്തി.